അപ്പോൾ നമ്മൾ മൊഡ്യൂൾ 5ന്റെ സെക്കൻഡ് പാർട്ടാണ് ഇപ്പോൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ കോളംസ് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫോർമുലാസ് ഒക്കെയാണ് നോക്കിയത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് വരുന്നത് ടോർഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അതുപോലെ തന്നെ പവർ ട്രാൻസ്മിറ്റഡ് ത്രൂ എ ഷാഫ്റ്റ് അതും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ടോർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ടോർഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒരു ഒരു എന്തെങ്കിലും ഒരു വസ്തുവിനെ നമ്മൾ എടുത്തു, അതിൻ്റെ ഒരു എൻഡ് നമ്മൾ ഫിക്സ് ആക്കി വെച്ചു, ദെൻ നമ്മളൊരു ഒരു ഫ്രീ എൻഡിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ട്വിസ്റ്റിംഗ് കൊടുക്കുകയാണ് അല്ലെങ്കിൽ റൊട്ടേഷൻ കൊടുക്കുകയാണ്. ആ ഒരു ആക്ഷനാണ് നമ്മൾ എന്താ പറയുന്നത് ടോർഷൻ എന്ന് പറയുന്നത്. അപ്പം ഡെഫിനേഷനായിട്ട് പറയുകയാണെങ്കിൽ ദ ആക്ഷൻ ഓഫ് ട്വിസ്റ്റിംഗ് സംതിങ് എസ്പെഷ്യലി വൺ എൻഡ് ഓഫ് സംതിങ് വൈൽ ദ അതർ എൻഡ് ഈസ് ഹെൽഡ് ഫിക്സ്ഡ്. ഓക്കെ, ഒരു എൻഡ് ഫിക്സ് ആക്കി വെച്ചിട്ട് നമ്മുടെ അതർ എൻഡിന് ഒരു ട്വിസ്റ്റിംഗ് കൊടുക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ആ ഒരു ആക്ഷനാണ് നമ്മൾ ടോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ടോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് അപ്ലൈഡ് ആൻഡ് ദ റേഡിയസ് ഓഫ് ദ ഷാഫ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ടോർക്ക് എന്ന് പറയുന്നത്. അതായത് എനിക്കൊരു ഷാഫ്റ്റ് ഉണ്ട്. ഓക്കെ, ഒരു ഷാഫ്റ്റ് ഉണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ ഒരറ്റത്ത് ഞാനൊരു ഫോഴ്സ് കൊടുക്കുകയാണ്. അപ്പം ഈ ഒരു ഫോഴ്സ് ഇൻറ്റു ഇവിടെ ഉള്ള ഈ ഒരു ഷാഫ്റ്റിന്റെ റേഡിയസിന്റെ പ്രൊഡക്റ്റിനെയാണ് എന്ത് പറയുന്നത്, ഞാൻ എന്ത് പറയുന്നത്, എൻ്റെ ടോർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ടോർക്ക്. അപ്പം ടോർഷനും ടോർക്കും ആ ഒരു ടേം നമ്മൾ എന്ത് ചെയ്യാം, എന്താണെന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഡെറിവേഷൻ ചെയ്യാൻ പോവുകയാണ്. അതിന് മുമ്പിട്ട് നമുക്ക് കുറച്ച് അസംഷൻസ്, അപ്പം നമ്മൾ കുറച്ച് അസംഷൻസ് പഠിക്കുന്നു. ബെൻഡിങ് ഇക്വേഷൻ്റെ അസംഷൻ പഠിച്ചു. ഇതിൻ്റെ ഫിഫ്ത്ത് മൊഡ്യൂളിൻ്റെ പാർട്ട് 1 നമ്മൾ ഒരു അസംഷൻ പഠിച്ചു, നമ്മളെ ഓയിലേഴ്സ് ഫോർമുലയുടെ അസംഷൻസ് പഠിച്ചു. അപ്പം ഇതിൽ നമുക്ക് ഷിയർ സ്ട്രെസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ സർക്കുലർ ഷാഫ്റ്റ് സബ്ജക്റ്റഡ് ടു ടോർഷൻ, അതായത് ഒരു സർക്കുലർ ഷാഫ്റ്റിൽ ഉണ്ടാവുന്ന ഷിയർ സ്ട്രെസ്, ടോർഷൻ കാരണം ഉണ്ടാവുന്ന ഷിയർ സ്ട്രെസ്സിന്റെ ഇക്വേഷനാണ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പിട്ട് നമ്മൾ കുറച്ച് അസംഷൻസ് കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ 5 അസംഷൻസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് പറയുന്നത് എന്താണ്, ദ മെറ്റീരിയൽ ഓഫ് ദ ഷാഫ്റ്റ് ഈസ് യൂണിഫോം ത്രൂ ഔട്ട്. എന്താണ് മെറ്റീരിയൽ ഓഫ് ദ ഷാഫ്റ്റ് ഈസ് യൂണിഫോം ത്രൂ ഔട്ട്. ഓക്കെ, രണ്ടാമത്തെ അസംഷൻ എന്ന് പറഞ്ഞാൽ ദ ട്വിസ്റ്റ് അലോങ് ദ ഷാഫ്റ്റ് ഈസ് യൂണിഫോം. ഓക്കെ, ട്വിസ്റ്റ് അലോങ് ദ ഷാഫ്റ്റ് ഈസ് യൂണിഫോം. അതുപോലെ തന്നെ ദ ഷാഫ്റ്റ് ഈസ് യൂണിഫോം സർക്കുലർ സെക്ഷൻ. അപ്പം മൂന്ന് അസംഷനിൽ നമുക്ക് യൂണിഫോം എന്ന് പറഞ്ഞത് വേർഡ് വരുന്നുണ്ട്. ഓക്കെ, ഈ നാലാമത്തെ അസംഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ദ ക്രോസ് സെക്ഷൻ ഓഫ് ദ ഷാഫ്റ്റ് വിച്ച് ആർ പ്ലെയിൻ ബിഫോർ ട്വിസ്റ്റ് റിമെയിൻ പ്ലെയിൻ ആഫ്റ്റർ ട്വിസ്റ്റ്. അപ്പം സിമിലർ ആയിട്ടുള്ള ഒരു അസംഷൻ നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ടല്ലോ. നമ്മൾ ഇതേ ഒരു ഏകദേശം സെയിം ഒരു സെന്റൻസ് നമ്മൾ ബെൻഡിങ് ഇക്വേഷൻ്റെ ഒരു അസംഷൻ പറയുമ്പോൾ ഏകദേശം ഈ ഒരു മോഡലിൽ തന്നെയാണ് എന്ത് പറഞ്ഞത്, അസംഷൻസ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി അഞ്ചാമത്തെ അസംഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓൾ റേഡിയൈ വിച്ച് ആർ സ്ട്രെയിറ്റ് ബിഫോർ ട്വിസ്റ്റ് റിമെയിൻ സ്ട്രെയിറ്റ് ആഫ്റ്റർ ട്വിസ്റ്റ്. ഓക്കെ, ഓൾ റേഡിയൈ വിച്ച് ആർ സ്ട്രെയിറ്റ് ബിഫോർ ട്വിസ്റ്റ് റിമെയിൻ സ്ട്രെയിറ്റ് ആഫ്റ്റർ ട്വിസ്റ്റ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് അസംഷൻ എന്ന് പറയുന്നത്, ഷാഫ്റ്റിന്റെ മെറ്റീരിയൽ യൂണിഫോം ആയിരിക്കും ത്രൂ ഔട്ട് ദ ലെങ്ത്. ഓക്കെ, ട്വിസ്റ്റ് അലോങ് ദ ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ യൂണിഫോം ആയിരിക്കും. ഷാഫ്റ്റ് യൂണിഫോം സർക്കുലർ സെക്ഷൻ ആയിരിക്കും ത്രൂ ഔട്ട്. അതുപോലെ തന്നെ എന്തായിരിക്കും, ക്രോസ് സെക്ഷൻ ഓഫ് ദ ഷാഫ്റ്റ് വിച്ച് ആർ പ്ലെയിൻ ബിഫോർ ട്വിസ്റ്റ് റിമെയിൻ പ്ലെയിൻ ആഫ്റ്റർ ട്വിസ്റ്റ്. ഓക്കെ, അഞ്ചാമത്തെ അസംഷൻ എന്ന് പറഞ്ഞാൽ ഓൾ റേഡിയൈ വിച്ച് ആർ സ്ട്രെയിറ്റ് ബിഫോർ ട്വിസ്റ്റ് റിമെയിൻ സ്ട്രെയിറ്റ് ആഫ്റ്റർ ട്വിസ്റ്റ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഡെറിവേഷൻ ചെയ്യാൻ പോവുകയാണ്. ഡെറിവേഷൻ ഓഫ് ഷിയർ സ്ട്രെസ് പ്രൊഡ്യൂസ്ഡ് ഇൻ സർക്കുലർ ഷാഫ്റ്റ് സബ്ജക്റ്റഡ് ടു ടോർഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഒരു സർക്കുലർ ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ, ഇതാണ് എൻ്റെ സർക്കുലർ ഷാഫ്റ്റ്. അപ്പോൾ രണ്ട് സെക്ഷൻ കൺസിഡർ ചെയ്യാണ്. എ എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ബി എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. എ എന്ന് പറഞ്ഞ എൻഡിൽ എന്താണ്, ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എൻ്റെ സ്പെസിമെൻ, അല്ലെങ്കിൽ എൻ്റെ സർക്കുലർ ഷാഫ്റ്റ് ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ബി എന്ന് പറയുന്ന പോർഷൻ എന്താണ്, ഫ്രീ ടു റൊട്ടേറ്റ് ആണ്. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്യാണ്, ഇതിൻ്റെ ഔട്ടർ ലെയറിൽ സി ഡി എന്ന് പറഞ്ഞ ഒരു മാർക്കിങ് ഞാൻ വരയ്ക്കുകയാണ്. ഒരു സി ഡി എന്ന് പറഞ്ഞ ഒരു ലൈൻ ഞാൻ വരയ്ക്കുകയാണ്. ഓക്കെ, സി ഡി എന്ന് പറഞ്ഞ ഒരു ലൈൻ ഞാൻ വരച്ചു. അപ്പം ഇനി ഞാൻ എന്ത് ചെയ്യാണ്, ആ ഒരു ഷാഫ്റ്റിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യാണ്. ഞാൻ ബി എന്ന് പറഞ്ഞ ഒരു സെക്ഷനിൽ ഞാൻ എന്ത് ചെയ്യാണ്, ഞാനൊരു റൊട്ടേഷൻ കൊടുക്കുകയാണ്, ഒരു ട്വിസ്റ്റ് കൊടുക്കുക. അപ്പം എന്ത് ചെയ്യും, എൻ്റെ ആ സി ഡി എന്ന് പറഞ്ഞ ലൈൻ എന്ത് ചെയ്യും, സി ഡി എന്ന് പറഞ്ഞ ലൈൻ ഒന്ന് ട്വിസ്റ്റ് ആവൂലേ. അപ്പോൾ ആ ഒരു എൻ്റെ സി ഡി എന്ന് പറഞ്ഞ ലൈന് എങ്ങനെ ട്വിസ്റ്റ് ആവും,
അപ്പം അത് സി ഡി ഡാഷിലേക്ക് ഷിഫ്റ്റ് ആവൂലേ, സി ഡി ഡാഷിലേക്ക് ഷിഫ്റ്റ് ആവൂലേ, അതായത് എന്റെ ഡി എന്ന് പറഞ്ഞ ഒറിജിനൽ പോർഷൻ ഡി ഡാഷ് എന്ന് പറഞ്ഞ പോർഷനിലേക്ക് മാറൂലേ ഞാനൊന്ന് ട്വിസ്റ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതിന് ഞാനൊരു ടോർഷൻ കൊടുക്കുമ്പോൾ അതിനൊരു ചേഞ്ച് വരൂലേ. അപ്പൊ അവിടെ ഉണ്ടാകുന്ന ആ ആംഗിളിനാണ് നമ്മൾ എന്താ പറയുന്നത്, ഫൈ എന്ന് പറയുന്നത്. ഓക്കെ, ഫൈ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ലെങ്ത് എൽ ആണ്, റേഡിയസ് ആർ ആണ്. അപ്പൊ നമ്മൾ അസ്യൂം ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ആ ഒരു ഔട്ടർ സർഫസിൽ ഉണ്ടാവുന്ന ഡിസ്റ്റോർഷൻ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഔട്ടർ ലെയറിൽ ഉണ്ടാവുന്ന ഡിസ്റ്റോർഷൻ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഡിസ്റ്റോർഷൻ അറ്റ് ദ ഔട്ടർ ലെയർ എങ്ങനെ എഴുതാൻ പറ്റും, ഈക്വൽ ടു ഡി ഡി ഡാഷ് എന്ന് എഴുതിക്കൂടെ. ഓക്കെ, ഇത്രയും അല്ലേ അവിടെ ഒരു ചേഞ്ച് സംഭവിച്ചത്, ഡിന്ന് ഡി ഡാഷിലേക്ക് ആയതല്ലേ അവിടെ ഒരു ഡിസ്റ്റോർഷൻ സംഭവിച്ചത്. ഓക്കെ, അപ്പൊ എനിക്ക് ഷിയർ സ്ട്രെയിൻ അറ്റ് ഔട്ടർ സർഫസ് എങ്ങനെ എഴുതാൻ പറ്റും, ഷിയർ സ്ട്രെയിൻ അറ്റ് ഔട്ടർ സർഫസ് ഔട്ടർ സർഫസ് എങ്ങനെ എഴുതാൻ പറ്റും, ആ ഒരു ചേഞ്ച് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത് എഴുതിക്കൂടെ, ആ ഒരു ചേഞ്ച് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത് എഴുതിക്കൂടെ. ഓക്കെ, അപ്പം ഡി ഡി ഡാഷ് ഡിവൈഡഡ് ബൈ എൽ എന്ന് എഴുതിക്കൂടെ. ഓക്കെ, ഡി ഡി ഡാഷ് ബൈ എൽ എന്ന് എഴുതിക്കൂടെ. അപ്പൊ എൽ എന്ന് പറഞ്ഞാൽ എന്താണ്, എൽ എന്ന് പറഞ്ഞാൽ എനിക്ക് സി ഡി എന്ന് എഴുതിക്കൂടെ. എൽ എന്ന് പറഞ്ഞാൽ എനിക്ക് സി ഡി എന്ന് എഴുതിക്കൂടെ. എൽ ഈസ് ഈക്വൽ ടു ഫ്രം ദ ഫിഗർ എൽ ഈസ് ഈക്വൽ ടു സി ഡി എന്ന് എഴുതിക്കൂടെ. ഓക്കെ, അപ്പം ഡി ഡി ഡാഷ് ബൈ സി ഡി എന്ന് എഴുതിക്കൂടെ. ഡി ഡി ഡാഷ് ബൈ സി ഡി എന്ന് പറഞ്ഞാൽ എന്താണ്, ഡി ഡി ഡാഷ് ബൈ സി ഡി എന്ന് പറഞ്ഞാൽ എന്താണ്, ഡി ഡി ഡാഷ് ഡിവൈഡഡ് ബൈ സി ഡി. എനിക്ക് ടാൻ ഫൈ എന്ന് എഴുതിക്കൂടെ, അത് ടാൻ ഫൈ എന്ന് എഴുതിക്കൂടെ. അപ്പം നമ്മൾ കമ്പാരിറ്റീവ്ലി ടാൻ ഫൈയുടെ വാല്യൂ സ്മോൾ ആണെങ്കിൽ ടാൻ ഫൈ ഈസ് ഈക്വൽ ടു ഫൈ എന്ന് കൺസിഡർ ചെയ്യാറുണ്ട്. അപ്പം ഫൈ ചെറുതാണെങ്കിൽ അപ്പം എനിക്ക് എന്ത് എഴുതാൻ പറ്റും, ഡി ഡി ഡാഷ് ബൈ സി ഡി ഈസ് ഈക്വൽ ടു ഫൈ എന്ന് എഴുതിക്കൂടെ. ഓക്കെ, ഫൈ എന്ന് എഴുതിക്കൂടെ. അപ്പൊ ഞാൻ ഇതിനെ എന്താക്കാണ്, ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞ് അവിടെ വെക്കുകയാണ്. ഓക്കെ, ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞ് ഞാൻ അവിടെ വെക്കുകയാണ്. ഇനി ആ ഒരു ഈ ഒരു ഫിഗർ നോക്കിയേ, ഈ ഒരു ഫിഗറിന്റെ അകത്ത് ഡി ഡി ഡാഷ് ഉണ്ട്, അതുപോലെ തന്നെ തീറ്റ ഉണ്ട്. അപ്പൊ എനിക്ക് ഡി ഡി ഡാഷ് ഇസ് ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും, ഒരു ആർക്കും ഒരു ആംഗിൾ സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ എഴുതാൻ പറ്റും, ഡി ഡി ഡാഷ് ഇസ് ഈക്വൽ ടു ആർ തീറ്റ. ആർ തീറ്റ എന്ന് എഴുതിക്കൂടെ. ആർ എന്ന് പറഞ്ഞത് ഇതിന്റെ റേഡിയസ് ആണെങ്കിൽ എനിക്ക് ഡി ഡി ഡാഷ് ഇസ് ഈക്വൽ ടു ആർ തീറ്റ എന്ന് എഴുതിക്കൂടെ. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഒരു വാല്യൂ ഞാൻ എന്റെ ഇക്വേഷൻ, നമ്മുടെ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പം സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ വാല്യൂ ഓഫ് ഡി ഡി ഡാഷ് ഇൻ ഇക്വേഷൻ 1 ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പൊ എനിക്ക് എന്ത് കിട്ടും, ഫൈ ഈസ് ഈക്വൽ ടു ആർ തീറ്റ ഡിവൈഡഡ് ബൈ എൽ എന്ന് എഴുതിക്കൂടെ. ആർ തീറ്റ ഡിവൈഡഡ് ബൈ എൽ എന്ന് എഴുതിക്കൂടെ. അപ്പൊ ഞാൻ ഇതിനെ ഇക്വേഷൻ 2 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്ത് വെക്കാണ്. ഓക്കെ, ഇനി അടുത്ത നമ്മൾ ഒരു അസ്യൂം ചെയ്യാണ്, n ആണ് ഈ ഒരു മെറ്റീരിയലിന്റെ സെക്ഷൻ മോഡുലസ് അല്ലെങ്കിൽ മോഡുലസ് ഓഫ് റിജിഡിറ്റി. സോറി, സെക്ഷൻ മോഡുലസ് അല്ല, മോഡുലസ് ഓഫ് റിജിഡിറ്റി n ആണെങ്കിൽ നമുക്ക് n ന്, അതായത് മോഡുലസ് ഓഫ് റിജിഡിറ്റിനെ എങ്ങനെ എഴുതാൻ പറ്റും, n മോഡുലസ് ഓഫ് റിജിഡിറ്റി ആണെങ്കിൽ n ഈസ് ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും, ഷിയർ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ഡിവൈഡ് ബൈ ഷിയർ സ്ട്രെയിൻ എഴുതിക്കൂടെ. ഷിയർ സ്ട്രെസ് ഡിവൈഡഡ് ബൈ ഷിയർ സ്ട്രെയിൻ എഴുതിക്കൂടെ. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഇപ്പൊ നമുക്ക് ഫൈ ഈ ഇതെന്തായിരുന്നു, നമ്മുടെ ഫൈ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഷിയർ സ്ട്രെയിൻ അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ടോ ആണ് നമ്മുടെ ഷിയർ സ്ട്രെസ് എങ്കിൽ നമുക്ക് ഷിയർ സ്ട്രെയിൻ എങ്ങനെ എഴുതാൻ പറ്റുമായിരുന്നു, ആർ ടോ ഡിവൈഡ് ബൈ ആർ തീറ്റ ബൈ എൽ എന്ന് എഴുതിക്കൂടെ. ടോ ഡിവൈഡ് ബൈ ആർ തീറ്റ എൽ എന്ന് എഴുതിക്കൂടെ. അപ്പൊ ഇതിനെ ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ n ഈസ് ഈക്വൽ ടു ടോ ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ ആർ തീറ്റ എന്ന് എഴുതിക്കൂടെ. ടോ ഇൻറ്റു എൻ ഡിവൈഡഡ് ബൈ ആർ തീറ്റ എന്ന് എഴുതിക്കൂടെ. അപ്പൊ ഞാൻ ഇതിനെ ഒന്നും കൂടി ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. എൻ തീറ്റ ഡിവൈഡഡ് ബൈ എൽ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, ടോ ബൈ ആർ എന്ന് എഴുതിക്കൂടെ. അപ്പം ഇതൊന്ന് നമ്മൾ ബോക്സ് ആക്കി വെക്കുകയാണ്. എൻ തീറ്റ ഡിവൈഡഡ് ബൈ എൽ ഈസ് ഈക്വൽ ടു ടോ ബൈ ആർ. അല്ലെങ്കിൽ നമുക്ക് ടോന് എങ്ങനെ എഴുതാൻ പറ്റും, ടോ ഈസ് ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും, ടോ ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു എൻ ഇൻറ്റു തീറ്റ ഡിവൈഡഡ് ബൈ എൽ എന്ന് എഴുതിക്കൂടെ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, എന്നും ഇതിന്റെ അകത്ത് എന്താണ്, എന്നും തീറ്റയും എല്ലും കോൺസ്റ്റന്റ് ആണ്. n കോൺസ്റ്റന്റ് ആണ്, തീറ്റ കോൺസ്റ്റന്റ് ആണ്, എൽ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പം ടോ എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്,
ടോ പ്രപ്പോർഷണൽ ടു ആർ ആണ്. ടോ പ്രപ്പോർഷണൽ ടു ആർ ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ടോ ബൈ ആർ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്ന് എഴുതിക്കൂടെ? ടോ ബൈ ആർ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്ന് എഴുതിക്കൂടെ? ഓക്കെ, അപ്പൊ അത് ഞാൻ അവിടെ വെക്കുകയാണ്. ഓക്കെ, അത് ഞാൻ അവിടെ വെച്ചു. ഇനി എന്താണ്, ഞാനൊരു ക്യൂ എന്നുള്ള ഒരു ഷിയർ സ്ട്രെസ് കൺസിഡർ ചെയ്യാണ്. അപ്പം ഒരു ക്യൂ എന്നുള്ള ഒരു ഷിയർ സ്ട്രെസ് ഞാൻ കൺസിഡർ ചെയ്യാണ്. അപ്പോൾ അത് ഇൻഡ്യൂസ് ചെയ്തത് അത് ഉണ്ടായത് ആർ എന്ന് പറഞ്ഞൊരു റേഡിയസിലാണെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ടോ ബൈ ആർ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ആർ എന്ന് എഴുതിക്കൂടെ? ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ഇക്വേഷൻ വേറെ ഇല്ലായിരുന്നു? ടോ ബൈ ആറിന് കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ വേറെ ഇല്ലായിരുന്നു? അപ്പം ടോ ബൈ ആർ ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? എൻ തീറ്റ ബൈ എൽ അല്ലേ? അപ്പം വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ക്യൂ ബൈ ആറിന് എഴുതിക്കൂടെ? അപ്പം എന്താണ്, നമ്മൾ ഇതിനൊന്ന് ഇവിടെ ബോക്സ് ആക്കി വെക്കുകയാണ്. ഇതിൽ ടോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഷിയർ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് അറ്റ് ദ സർഫസ് ഓഫ് ദ ഷാഫ്റ്റ്. അപ്പൊ എന്താണ് ഷിയർ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് അറ്റ് ദ സർഫസ് ഓഫ് ദ ഷാഫ്റ്റ് ആണ്. ഓക്കെ, ദെൻ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയസ് ഓഫ് ദ ഷാഫ്റ്റ് ആണ്. ദെൻ എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മോഡുലസ് ഓഫ് റിജിഡിറ്റി ആണ്. ഓക്കെ, തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗിൾ ഓഫ് ട്വിസ്റ്റ് ആണ്. എൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലെങ്ത് ആണ്. ലെങ്ത് ഓഫ് ദ ഷാഫ്റ്റ് ആണ്. ഓക്കെ, ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യൂ എന്ന് പറഞ്ഞാൽ ഷിയർ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ആർ ആണ്. ഷിയർ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ആർ ആണ്. ഓക്കെ, ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഫ്രം സെന്റർ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഓർത്തിരിക്കുക. അപ്പം ഇനി നമുക്ക് വരുന്നത്, ഇത് നമ്മൾ ബെൻഡിങ് ഇക്വേഷൻ ഡിറൈവ് ചെയ്തതുപോലെ തന്നെ നമുക്ക് ടോർഷൻ ഇക്വേഷൻ എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. അപ്പോൾ അതിന്റെ ഒരു ഫസ്റ്റ് പാർട്ടായിട്ടാണ് ഈ ഒരു ഇക്വേഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ ബെൻഡിങ് ഇക്വേഷൻ ചെയ്തപ്പോഴും ഈ ഒരു കേസ് തന്നെയാണ് ഇങ്ങനെ നമ്മൾ രണ്ട് പാർട്ടായിട്ടല്ലായിരുന്നു ചെയ്തത്. ഓക്കെ, അപ്പം ഈ ഒരു ഇക്വേഷൻ നമ്മൾ അവിടെ ഓർത്ത് വെക്കാം. ഇനി നമുക്ക് എന്താണ്, ടോർക്ക് ട്രാൻസ്മിറ്റഡ് ബൈ എ സർക്കുലാർ സോളിഡ് ഷാഫ്റ്റ് ആണ്. ഓക്കെ, ഒരു സർക്കുലാർ സോളിഡ് ഷാഫ്റ്റിൽ ഉണ്ടാകുന്ന ഒരു എന്താണ് ടോർക്കിന്റെ ഡെറിവേഷൻ ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഷാഫ്റ്റ് സബ്ജക്റ്റ് ടു എ ടോർക്ക് നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, ഒരു ടോർക്ക് ടി സബ്ജക്റ്റഡ് ആയിട്ടുള്ള ഒരു ഷാഫ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, ഷാഫ്റ്റ് കൺസിഡർ ചെയ്യാണ്. അപ്പൊ നമ്മൾ കുറച്ച് അസംപ്ഷൻസ് വരുത്തുന്നത്. അപ്പോൾ ഇതിൽ ടോ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മാക്സിമം ഷിയർ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ആണ്. ഓക്കെ, മാക്സിമം ഷിയർ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ആണ്. ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ റേഡിയസ് ഓഫ് ദ ഷാഫ്റ്റ് ആണ്. ഓക്കെ, ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോൾ ലെറ്റർ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഷിയർ സ്ട്രെസ് അറ്റ് റേഡിയസ് ആർ ആണ് കേട്ടോ. ഫ്രം സെന്റർ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഗർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു സ്മോൾ എലമെന്റൽ ഏരിയ കൺസിഡർ ചെയ്യണം. അപ്പോൾ നമ്മൾ എല്ലാ ഡെറിവേഷനും ചെയ്യുന്ന പോലെ തന്നെ ഒരു സ്മോൾ എലമെന്റൽ ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യണം. ഞാൻ ഈ റെഡിൽ മാർക്ക് ചെയ്യുന്നതാണ് സ്മോൾ എലമെന്റൽ ഏരിയ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സ്മോൾ ആർ ആണ്. അതിന്റെ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു dr ഡിസ്റ്റൻസ് ഉള്ള ഒരു സർക്കുലർ എലമെന്റൽ ഏരിയ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു എലമെന്റൽ ഏരിയയുടെ ഏരിയ എന്തായിരിക്കും? dA is equal to നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 2πr into dr എന്ന് എഴുതിക്കൂടെ? അപ്പൊ നമുക്ക് അറിയുന്ന ഇക്വേഷൻ എന്താണ്? ടോ ബൈ ആർ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ആർ എന്നല്ലേ? എന്ന് എഴുതിക്കൂടെ? ഓക്കെ, അപ്പൊ ഷിയർ സ്ട്രെസ് അറ്റ് റേഡിയസ് ആർ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? സ്മോൾ ക്യൂ ഈസ് ഈക്വൽ ടു ടോ ബൈ ആർ ഇൻറ്റു ആർ എന്ന് എഴുതിക്കൂടെ? ഓക്കെ, അപ്പം ഇനി അടുത്തത് ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത് ടേണിംഗ് ഫോഴ്സ് ഓൺ ദ എലമെന്ററി സർക്കുലർ റിംഗ് ആണ്. അപ്പം എനിക്ക് അവിടെ ഉണ്ടാകുന്ന ഫോഴ്സിനെ എങ്ങനെ എഴുതാൻ പറ്റും? ടേണിംഗ് ഫോഴ്സ് is equal to stress into shear stress into area എന്ന് എഴുതിക്കൂടെ?
ഓക്കെ, ഏരിയ എന്ന് എഴുതിക്കൂടെ. അപ്പോൾ ക്യൂ ഇൻറ്റു എ എന്ന് എഴുതിക്കൂടെ. അപ്പൊ ക്യൂ എന്താണ്, ടോ ബൈ ടോ ഇൻറ്റു ആർ ബൈ ആർ എന്ന് എഴുതിക്കൂടെ. ആർ ബൈ ആർ ഇൻറ്റു ഏരിയ എന്താണ് 2πr ഇൻറ്റു ഡി ആർ അല്ലേ. ഓക്കെ, 2πr ഇൻറ്റു ഡി ആർ അല്ലേ. അപ്പൊ ഇതിനെ ഞാനൊന്ന് ചേഞ്ച് ചെയ്ത് എഴുതിയാൽ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ടോ ബൈ ആർ ഇൻറ്റു 2πr സ്ക്വയർ, ആറും ആറും ആർ സ്ക്വയർ ആയി, ഇപ്പം ഇൻറ്റു ഡി ആർ ഇങ്ങനെ എഴുതിക്കൂടെ. ഓക്കെ, അപ്പൊ ഇതെന്താണ്, അവിടെ ഉണ്ടാവുന്ന ടേണിംഗ് ഫോഴ്സ് ആണ്. ഓക്കെ, ടേണിംഗ് ഫോഴ്സ് ആണ്. അപ്പൊ ഈ ഒരു ടേണിംഗ് ഫോഴ്സ് കൊണ്ട് അവിടെ ഒരു ടേണിംഗ് മൊമെന്റ് ഉണ്ടാവൂലേ. ഈ ഒരു ഫോഴ്സ് കാരണം ആ ഒരു എലമെന്റിൽ ഒരു ടേണിംഗ് മൊമെന്റ് ഉണ്ടാവൂലേ. അപ്പൊ ആ ഒരു ടേണിംഗ് മൊമെന്റിന് എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഞാൻ ഡി ടി എന്ന് റെപ്രസെന്റ് ചെയ്യാണ്, ഡി ടി എന്ന് റെപ്രസെന്റ് ചെയ്യാണ് ആ ഒരു ടേണിംഗ് മൊമെന്റിനെ. അപ്പൊ എനിക്ക് ആ ടേണിംഗ് മൊമെന്റ് ഈസ് ഈക്വൽ ടു ടേണിംഗ് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ഫ്രം എഴുതിക്കൂടെ, ഡിസ്റ്റൻസ് ഓഫ് റിംഗ് ഫ്രം ആക്സിസ് എഴുതിക്കൂടെ. ഓക്കെ, അപ്പൊ ഞാൻ അതിന് എഴുതുകയാണെങ്കിൽ എനിക്ക് എന്ത് എഴുതാൻ പറ്റും, എന്തായിരുന്നു നമ്മുടെ ടേണിംഗ് ഫോഴ്സ് എന്തായിരുന്നു, ടോ ബൈ ആർ ഇൻറ്റു 2πr സ്ക്വയർ ഇൻറ്റു ഡി ആർ അല്ലേ. ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, ആർ അല്ലേ. ആർ ഡിസ്റ്റൻസിലല്ലേ അത് ആക്ട് ചെയ്യുന്നത്, സ്മോൾ ആർ ഡിസ്റ്റൻസിലല്ലേ ആ ഒരു എലമെന്റിൽ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനെ ഒന്ന് സോൾവ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് സൊല്യൂഷൻ ആക്കി എഴുതുകയാണെങ്കിൽ ടോ ബൈ ആർ ഇൻറ്റു 2πr ക്യൂബ് വരൂലേ, ആർ ക്യൂബ് ഇൻറ്റു ഡി ആർ എന്ന് വരൂലേ. ഓക്കെ, അപ്പൊ ഈ ഒരു ടേണിംഗ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു സ്മോൾ എലമെന്റൽ ഏരിയയിൽ ആക്ട് ചെയ്യുന്ന ടേണിംഗ് മൊമെന്റ് ആണ്. അപ്പം എനിക്ക് എൻറ്റയർ ആ ഒരു ലെങ്ത്തിൽ ആക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ഷാഫ്റ്റിൽ ആക്ട് ചെയ്യുന്ന മൊമെന്റ് കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണ്ടേ. അപ്പം ടോട്ടൽ ടേണിംഗ് മൊമെന്റ് എന്താണ്, ടേണിംഗ് മൊമെന്റ് എന്ന് പറയുന്നത് എന്താണ്, ഇന്റഗ്രൽ നമുക്ക് ഇവിടെ വരിക 0 to r അല്ലേ വരിക, ഇന്റഗ്രൽ 0 to r. ടി ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to r ഡി ടി ചെയ്താൽ പോരെ, ഡി ടി ചെയ്താൽ പോരെ, വിച്ച് ഈസ് ഈക്വൽ ടു 0 to r ടോ ബൈ ആർ ഇൻറ്റു 2πr ക്യൂബ് ഇൻറ്റു ഡി ആർ അല്ലേ വരിക, 2πr ക്യൂബ് ഇൻറ്റു ഡി ആർ അല്ലേ വരിക. അപ്പോൾ ഇതിനെ നമ്മളൊന്ന് മാറ്റി എഴുതിയാൽ നമുക്ക് എങ്ങനെ കിട്ടും, ടോ കോൺസ്റ്റന്റ് ആണ്, ആർ കോൺസ്റ്റന്റ് ആണ്, 2π കോൺസ്റ്റന്റ് ആണ്. അപ്പം ഇന്റഗ്രൽ 0 to r ഇൻറ്റു ആർ ക്യൂബ് ഇൻറ്റു ഡി ആർ അല്ലേ വരിക. ഓക്കെ, ആർ ക്യൂബ് ഇൻറ്റു ഡി ആർ അല്ലേ വരിക. ടോ ഡിവൈഡഡ് ബൈ ആർ ഇൻറ്റു 2π, നമ്മൾ ഇന്റഗ്രേഷൻ കഴിഞ്ഞാൽ ആർ റേസ് ടു 4 ഡിവൈഡഡ് ബൈ 4 അല്ലേ വരിക. അപ്പം ലിമിറ്റ് കൊടുക്കുകയാണെങ്കിൽ 0 to r. അപ്പൊ നമ്മൾ ഇതിനെ ഒന്ന് ചേഞ്ച് ചെയ്ത് എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും, ഇതൊന്ന് ചേഞ്ച് ചെയ്ത് എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും, ടോ ബൈ ആർ ഇൻറ്റു 2π ആർ റേസ് ടു 4 ഡിവൈഡഡ് ബൈ 4 എന്നല്ലേ കിട്ടുക. ഓക്കെ, ആർ റേസ് ടു 4 ഡിവൈഡഡ് ബൈ, അപ്പോൾ ഇത് ഒന്ന് ക്യാൻസൽ ഒക്കെ ചെയ്തുകൊണ്ട് ക്യാൻസൽ ആക്കിയാൽ ഈ ആറും ഈ ആറും ഈ ടൂവും ക്യാൻസൽ ഒക്കെ ആക്കിയാൽ നമുക്ക് എന്ത് കിട്ടും, ടോ ബൈ 2 ഇൻറ്റു പൈ ഡി റേസ് ടു ക്യൂബ് കിട്ടൂലേ, ഡി റേസ് ടു ക്യൂബ് എന്ന് കിട്ടൂലേ, സോറി ആർ റേസ് ടു ക്യൂബ് എന്ന് കിട്ടൂലേ. ഓക്കെ, അപ്പൊ നമുക്കറിയാം എന്താണ് ആറിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, d/2 അല്ലേ, ആറിന്റെ വാല്യൂ d/2 അല്ലേ. അപ്പം നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ആറിന് പകരം നമുക്ക് d/2 കൊടുക്കാം. ഓക്കെ, d/2 കൊടുക്കാം. അപ്പൊ നമ്മൾ അത് ചെയ്യുന്നില്ല, കാരണം നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ ഇവിടെ നിർത്തുകയാണ്. അപ്പം ടി ഈസ് ഈക്വൽ ടു എന്താ നമ്മുടെ ഇക്വേഷൻ വരുന്നത്, ടി ഈസ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ വരുന്നത്, ടോ ഇൻറ്റു π/2 ഇൻറ്റു ആർ ക്യൂബ് എന്നല്ല ഇക്വേഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ടോട്ടൽ ടേണിംഗ് മൊമെന്റിന്റെ ഇക്വേഷൻ. അപ്പൊ നമ്മൾ അതിനെ റേഡിയസിന്റെ ടേംസിലേക്ക് മാറ്റുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, നമ്മൾ ടി ഈസ് ഈക്വൽ ടു ടോ ഇൻറ്റു π/2 ഇൻറ്റു ഡി ആർ ക്യൂബ് അല്ലേ, അപ്പം d/2 ഹോൾ ക്യൂബ് വരും. ഓക്കെ, അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും, ടോ ഇൻറ്റു π/2 ഇൻറ്റു ഡി ക്യൂബ് ഡിവൈഡഡ് ബൈ 8 എന്നല്ലേ വരിക, ടോ ഇൻറ്റു π/2 π/16 ഇൻറ്റു ഡി ക്യൂബ് എന്നല്ലേ വരിക. ഓക്കെ, 5/16 ഇൻറ്റു ഡി ക്യൂബ് എന്നല്ലേ വരിക. അപ്പൊ ഇതാണ് നമ്മുടെ ഡയമീറ്ററിന്റെ ടേംസിലുള്ള എന്താണ് ടോർക്ക് ട്രാൻസ്മിറ്റഡ് ഇൻ എ സോളിഡ് ഷാഫ്റ്റിന്റെ ഇക്വേഷൻ. എന്താണ്, ടി ഈസ് ഈക്വൽ ടു ടോ ഇൻറ്റു 5/16 ഡി ക്യൂബ്. ഓക്കെ, ഓക്കെ, ഇനി നമുക്ക് അടുത്തത് വരുന്നത് എന്താണ്, ടോർക്ക് ട്രാൻസ്മിറ്റഡ് ബൈ എ ഹോളോ സർക്കുലർ ഷാഫ്റ്റ്. സിമിലർ ഡെറിവേഷൻ ആണ്. അപ്പൊ അതിന്റെ അകത്ത് നമുക്ക് എന്താണ് ചെറിയൊരു ഡയമീറ്ററിന്റെ ഒരു എന്താണ്
ഇതിൽ ഇന്നർ ഡയമീറ്ററും ഔട്ടർ ഡയമീറ്ററും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. നമുക്ക് പെട്ടെന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇക്വേഷൻ എന്താണ്? ടോ ബൈ ആർ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ആർ അല്ലേ? ക്യൂ ബൈ ആർ അല്ലേ? അപ്പം ക്യൂ ഈസ് ഈക്വൽ ടു എന്താ വരിക? ക്യൂ ഈസ് ഈക്വൽ ടു ടോ ബൈ ആർ ഇൻറ്റു ആർ അല്ലേ വരിക? ഓക്കെ. അപ്പം ഫോഴ്സ് എന്താ? ടേണിംഗ് ഫോഴ്സ്. ടേണിംഗ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു എന്ത് വരും? സ്ട്രെസ് ഇൻറ്റു ഏരിയ അല്ലേ വരിക? ഏരിയ. ഓക്കെ, ഏരിയ. അപ്പൊ സ്ട്രെസ് എന്താ? സ്ട്രെസ് നമുക്ക് കിട്ടി, ക്യൂ ആണ്. ക്യൂ ഇൻറ്റു ആ ഒരു ഏരിയ അല്ലേ വരിക? എടുത്ത ഏരിയ. ഓക്കെ, അപ്പൊ അതിലെന്ത് വരും? ടോ ബൈ ആർ സീറോ. ഇവിടെ ടോ ബൈ ആർ സീറോ ആണ്. ഓക്കെ, ടോ ബൈ ആർ സീറോ ഇൻറ്റു ആർ വരും. ഇൻറ്റു എന്ത് വരും? 2π ആർ ഇൻറ്റു ഡി ആർ അല്ലേ വരിക? 2π ആർ ഇൻറ്റു ഡി ആർ അല്ലേ വരിക? ഓക്കെ, അപ്പൊ നമ്മൾ അതിനൊന്ന് ഇതാക്കി എഴുതിയാൽ നമുക്ക് 2π ഇൻറ്റു ടോ ബൈ ആർ സീറോ ഇൻറ്റു ആർ സ്ക്വയർ ഡി ആർ എന്ന് കിട്ടൂലേ? ഇതാണ് നമ്മൾ എന്ത്? ഫോഴ്സ്, ടേണിംഗ് ഫോഴ്സ് അല്ലേ ഇത്? ഓക്കെ, ഇനി എനിക്ക് എന്ത് കണ്ടുപിടിക്കണം? ടേണിംഗ് ഫോഴ്സ് കിട്ടി. അപ്പൊ ഇനി എനിക്ക് ടേണിംഗ് മൊമെന്റ് കണ്ടുപിടിച്ചൂടെ? ടേണിംഗ് മൊമെന്റ് കണ്ടുപിടിച്ചൂടെ? ടേണിംഗ് മൊമെന്റ് ഈസ് ഈക്വൽ ടു ടേണിംഗ് ഫോഴ്സ് ഇൻറ്റു ആ ഡിസ്റ്റൻസ് അല്ലേ? ഡിസ്റ്റൻസ് അല്ലേ? ഓക്കെ, ഡിസ്റ്റൻസ്. അപ്പോൾ എന്താണ് എന്റെ ടേണിംഗ് ഫോഴ്സ്? എന്താണ്? 2π ഇൻറ്റു ടോ ബൈ ആർ സീറോ ആർ സ്ക്വയർ ഡി ആർ ഇൻറ്റു ആർ അല്ലേ വരിക? ഇൻറ്റു ആർ അല്ലേ വരിക? വിച്ച് ഈസ് ഈക്വൽ ടു എനിക്ക് എന്ത് എഴുതാൻ പറ്റും? 2π ടോ ബൈ ആർ സീറോ ഇൻറ്റു ആർ ക്യൂബ് ഡി ആർ അല്ലേ വരിക? ആർ ക്യൂബ് ഡി ആർ അല്ലേ വരിക? ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് ആ ഒരു എൻറ്റയർ സർക്കുലർ ഷാഫ്റ്റിലുള്ള ഹോളോ സർക്കുലർ ഷാഫ്റ്റിലുള്ള ടേണിംഗ് മൊമെന്റ് കിട്ടണമെങ്കിൽ അപ്പൊ ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്താൽ പോരെ? അപ്പം ഇന്റഗ്രൽ നമ്മളെ ലിമിറ്റ് എവിടെ തൊട്ട് എവിടെ വരെ വരിക? നമ്മൾ R1 നേരത്തെ 0 ആയിരുന്നു, ഇത് ഹോളോ സർക്കുലർ ആയതുകൊണ്ട് നമുക്ക് R1 ടു R2 അല്ലേ വരിക? അല്ലെങ്കിൽ R ഇന്നർ ടു R ഔട്ടർ അല്ലേ വരിക? ഓക്കെ, ആർ ഇന്നർ ടു ആർ ഔട്ടർ ഡി ടി അല്ലേ വരിക? ടി ഈസ് ഈക്വൽ ടു. ഓക്കെ, അപ്പൊ നമ്മൾ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാണ്. അപ്പം ആർ ഇന്നർ ടു ആർ ഔട്ടർ ലിമിറ്റ് കൊടുത്തു 2π ഇൻറ്റു ടോ ബൈ ആർ സീറോ ഇൻറ്റു ആർ ക്യൂബ് ഡി ആർ അല്ലേ വരിക? നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെയല്ലേ? അപ്പം 2π പുറത്തെടുക്കാലോ, ടോ പുറത്തെടുക്കാലോ, ആർ സീറോ പുറത്തെടുക്കാലോ, R1 ആർ സീറോ ആർ ക്യൂബ് ഇൻറ്റു ഡി ആർ അല്ലേ വരിക? ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആർ ബൈ ആർ സീറോ. ഇതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്താൽ ആർ റൈസ്ഡ് 4 ഡിവൈഡഡ് ബൈ 4. അപ്പോൾ ലിമിറ്റ് ആർ സീറോ അല്ലെങ്കിൽ ആർ ഔട്ടർ ടു ആർ ഇന്നർ. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 2π ഇൻറ്റു ടോ ബൈ ആർ സീറോ ഇൻറ്റു ആർ സീറോ റേസ് ടു 4 അല്ലെങ്കിൽ ആർ ഔട്ടർ റേസ് ടു 4 മൈനസ് ആർ ഇന്നർ റേസ് ടു 4 ഡിവൈഡഡ് ബൈ 4 വരും. ഓക്കെ, ഓക്കെ, അപ്പൊ ഇതിനെ ഞാൻ ഒന്നും കൂടെ മാറ്റി എഴുതുകയാണ്. ഇതിനെ ഞാൻ ഒന്നും കൂടെ മാറ്റി എഴുതിയാൽ എനിക്ക് എന്ത് കിട്ടും? π/2 ഇൻറ്റു ടോ ഇൻറ്റു ആർ ഔട്ടർ റേസ് ടു 4 മൈനസ് ആർ ഇന്നർ റേസ് ടു 4 ഡിവൈഡഡ് ബൈ ആർ ഔട്ടർ എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് റേഡിയസിന്റെ ടേംസിലുള്ള എന്ത് കിട്ടി? ടോർക്ക് കിട്ടി. ഓക്കെ, അപ്പൊ ഞാൻ ഇതിനെ എന്ത് ചെയ്യാണ്? ഞാൻ ഇതിനെ ഒന്ന് എന്റെ ഡയമീറ്ററിന്റെ ടേംസിലേക്ക് മാറ്റുകയാണ്. അപ്പം എന്റെ ഡി ഒ എന്ന് പറഞ്ഞാലാണ് എന്ത്? എന്റെ ഔട്ടർ ഡയമീറ്റർ ആണ് ഡി ഒ എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ഡി ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നർ ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റ്. ഓക്കെ, ഓഫ് ദ ഷാഫ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ എനിക്ക് ആർ ഔട്ടർ എങ്ങനെ എഴുതാൻ പറ്റും? ആർ ഔട്ടർ ഈസ് ഈക്വൽ ടു ഡി ഔട്ടർ ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതിക്കൂടെ? അതുപോലെ തന്നെ ആർ ഇന്നർ എനിക്ക് എന്ത് എഴുതാൻ പറ്റും? ഡി ഇന്നർ ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതിക്കൂടെ? അപ്പം ഈ വാല്യൂസ് ഞാൻ എൻ്റെ ടോർക്കിന്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? അപ്പൊ ഞാനത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എനിക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 5/16 ടോ ഇൻറ്റു ഡി ഔട്ടർ റേസ് ടു 4 മൈനസ് ഡി ഇന്നർ റേസ് ടു 4 ഡിവൈഡഡ് ബൈ ഡി ഔട്ടർ എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ടോർക്കിന്റെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് വരുന്നത് എക്സ്പ്രഷൻ ഫോർ ടോർക്ക് ഇൻ ടേംസ് ഓഫ് പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ഇക്വേഷൻ അറിയാം, ഡി ടിയുടെ ഇക്വേഷൻ നമുക്കറിയാം. ടോ ബൈ ആർ ഇൻറ്റു 2πr ക്യൂബ് ഇൻറ്റു ഡി ആർ അല്ലേ? 2πr ക്യൂബ് ഇൻറ്റു ഡി ആർ അല്ലേ? അപ്പോൾ ഇതിനെ ഞാൻ ഒന്ന് ചേഞ്ച് ചെയ്ത് എഴുതുകയാണ്. ടോ ബൈ ആർ ഇൻറ്റു 2πr ഇൻറ്റു ആർ സ്ക്വയർ ഡി ആർ എന്ന് എഴുതുകയാണ്. ഓക്കെ,
ടോ ബൈ ആർ ഇൻറ്റു ആർ സ്ക്വയർ ഇൻറ്റു 2 ബൈ ആർ ഇൻറ്റു ഡി ആർ. സെയിം ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്ത് എഴുതിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഇതിനെ എന്താക്കി എഴുതാൻ പറ്റും? ടോ ബൈ ആർ ഇൻറ്റു ആർ സ്ക്വയർ ഇൻറ്റു ഡി എ എന്ന് പറഞ്ഞൂടെ? ഡി എ എന്ന് പറഞ്ഞൂടെ? ആ ഒരു സ്മോൾ എലമെന്റൽ ഏരിയ അല്ലേ 2 പൈ ആർ ഇൻറ്റു ഡി ആർ. ഓക്കെ, അപ്പം ടോട്ടൽ ടോർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ചെയ്യല്? നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യല്ലേ. അപ്പം ടോട്ടൽ ടോർക്ക് എന്താണ്? ടോട്ടൽ ടോർക്ക് എന്താണ്? ടോട്ടൽ ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ടോർക്ക് ടി ഈസ് ഈക്വൽ ടു, നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാണ് 0 to r dt അല്ലേ. ഇത് ഈക്വൽ ടു 0 to r ടോ ബൈ ആർ ഇൻറ്റു ആർ സ്ക്വയർ ഇൻറ്റു ഡി എ അല്ലേ. ഓക്കെ, അപ്പൊ നമുക്കറിയാം ആർ സ്ക്വയർ ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ആർ സ്ക്വയർ ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ നമ്മളെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്. ആർ സ്ക്വയർ ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ നമ്മളെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്. അപ്പോൾ ഇന്റഗ്രൽ 0 to ആർ സ്ക്വയർ ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ജെ ആണ്. എന്താണ്? പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ജെ ആണ്. ഓക്കെ, അപ്പൊ അത് ഓർത്തിരിക്കുക, പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ജെ ആണ് കേട്ടോ അത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ഇക്വേഷൻ എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? അപ്പം ടി ഈസ് ഈക്വൽ ടു ടോ ബൈ ആർ ഇൻറ്റു എന്ത് എഴുതാൻ പറ്റും? ടോ ബൈ ആർ ഇൻറ്റു ജെ എന്ന് എഴുതിക്കൂടെ? ടോ ബൈ ആർ ഇൻറ്റു ജെ എന്ന് എഴുതിക്കൂടെ? ഓക്കെ, ടോ ബൈ ആർ ഇൻറ്റു ജെ. അപ്പൊ നമ്മൾ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്താൽ ടി ബൈ ജെ ഈസ് ഈക്വൽ ടു ടോ ബൈ ആർ എന്ന് കിട്ടൂടെ? ടി ബൈ ജെ ഈസ് ഈക്വൽ ടു ടോ ബൈ ആർ. അപ്പോൾ ഒരു സർക്കുലർ ഷാഫ്റ്റ് ആണെങ്കിൽ ജെന്റെ വാല്യൂ എന്ത് വരും? 5/32 ഇൻറ്റു ഡി റേസ് ടു 4 എന്ന് വരൂലേ? ജെന്റെ വാല്യൂ ഒരു സർക്കുലർ ഷാഫ്റ്റ് ആണെങ്കിൽ 5/32 ഡി റേസ് ടു 4 എന്ന് വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ഇക്വേഷനും കൂടെ കിട്ടി. ടി ബൈ ജെ ഈസ് ഈക്വൽ ടു എന്താണ്? ടോ ബൈ ആർ എന്നുള്ള ഒരു ഇക്വേഷൻ കിട്ടി. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ടോർക്കിന് എങ്ങനെ എഴുതാൻ പറ്റും? ടോർക്ക് ഈസ് ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും? ടോ ബൈ ആർ ഇൻറ്റു ജെ എന്ന് എഴുതിക്കൂടെ? ടോ ബൈ ആർ ഇൻറ്റു ജെ എന്ന് എഴുതിക്കൂടെ? ഓക്കെ, അതാണ് നമ്മുടെ ടോർക്കിന്റെ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഓക്കെ, പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യന്റെ ടേമിലുള്ള ഇക്വേഷൻ ആണത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനെങ്ങനെയായിരുന്നു മാറ്റിയത്? ടി ബൈ ജെ ഈസ് ഈക്വൽ ടു ടോ ബൈ ആർ എന്നല്ലേ എഴുതിയത്. അപ്പൊ നമുക്ക് ടോ ബൈ ആറിന്റെ ടേംസിൽ നേരത്തെ വേറൊരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ടല്ലോ. നേരത്തെ ഒരു ഇക്വേഷൻ കിട്ടിയില്ലേ? അപ്പം ടി ബൈ ജെ ഈസ് ഈക്വൽ ടു എന്താണ്? ടോ ബൈ ആർ ഈസ് ഈക്വൽ ടു എൻ തീറ്റ ഡിവൈഡഡ് ബൈ എൽ എന്ന് എഴുതിക്കൂടെ? എൻ തീറ്റ ഡിവൈഡഡ് ബൈ എൽ എന്ന് എഴുതിക്കൂടെ? ഓക്കെ, ഇതാണ് നമ്മുടെ ടോർഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. സിമിലർ ഇക്വേഷൻ നമ്മൾ ബെൻഡിങ്ങിന്റെ കേസ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതെന്തായിരുന്നു? ഇക്വേഷൻ എന്തായിരുന്നു? ഇക്വേഷൻ എം ബൈ ഐ ഈസ് ഈക്വൽ ടു സിഗ്മ ഡിവൈഡഡ് ബൈ വൈ ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? ഇ ബൈ ആർ അല്ലേ വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു കേസിൽ നോക്കിയേ, ഇവിടെ ടോർഷൻ ആണെങ്കിൽ അവിടെ മൊമെന്റ് ആണ്. ടോർഷൻ ആണെങ്കിൽ ബെൻഡിങ് ഇക്വേഷനിൽ മൊമെന്റ് ആണ്. പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണെങ്കിൽ ഇവിടെ ഐ ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഷിയർ സ്ട്രെസ് ആണെങ്കിൽ ഇവിടെ നോർമൽ സ്ട്രെസ് ആണ്. വൈക്ക് പകരം ആർ ആണ്. ഓക്കെ, യങ്സ് മോഡുലസിന് പകരം ഇവിടെ എന്താണ്? ഷിയർ മോഡുലസ് ആണ്, അല്ലെങ്കിൽ റിജിഡിറ്റി മോഡുലസ് ആണ്. ആറിന് പകരം എൽ ആണ്. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ ബെൻഡിങ് ഇക്വേഷൻ ആണ്. അപ്പം കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. ഇത് നമ്മുടെ ബെൻഡിങ് ഇക്വേഷൻ ആണ്, അല്ലെങ്കിൽ ഫ്ലെക്ചർ ഫോർമുല എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ബെൻഡിങ് ഇക്വേഷൻ ആണ്. ഇത് നമ്മുടെ ടോർഷൻ ഇക്വേഷൻ ആണ്. ഓക്കെ, ടോർഷൻ ഇക്വേഷൻ ആണ്. ഓക്കെ, ഇതിൽ എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡുലസ് ഓഫ് റിജിഡിറ്റി ആണ്. തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗിൾ ഓഫ് ട്വിസ്റ്റ് ആണ്. എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ഷാഫ്റ്റ്. അപ്പം ടി എന്ന് പറഞ്ഞാൽ ടോർക്ക് ആണ്. ജെ എന്ന് പറഞ്ഞാൽ പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമേ ഉള്ളൂ. ഇപ്പം ഈ ഒരു ഡെറിവേഷൻ പഠിച്ചില്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഫോർമുല എന്തായാലും നമുക്ക് ഓർത്തിരിക്കേണ്ടതാണ്. അപ്പം അതിന്റെ അടുത്ത സെമ്മിലോ നമുക്ക് ലാബിലൊക്കെ പോകുമ്പോൾ ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി അടുത്തൊരു ടേം ആണ് എന്താണ്? പോളാർ മോഡുലസ്. അപ്പൊ നമ്മൾ ബെൻഡിങ് ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞിട്ട് അടുത്തായിട്ട് പഠിച്ചത് എന്താണ്? സെക്ഷൻ മോഡുലസ് ആയിരുന്നു പഠിച്ചത്. അപ്പം പോളാർ മോഡുലസിന് ഈ ഒരു നമ്മൾ ടോർഷൻ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്ന ടേം ആണ് പോളാർ മോഡുലസ്. ഓക്കെ, പോളാർ മോഡുലസ് എന്ന ടേം ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇത് പോളാർ മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ടു ദ റേഡിയസ് ഓഫ് ദ ഷാഫ്റ്റ്. ഓക്കെ, റേഷ്യോ ഓഫ് the polar moment of inertia to the radius of the shaft. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോളാർ മോഡുലസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിനെ നമ്മൾ ഒരു ടേമിലും കൂടെ പറയും, ടോർഷണൽ സെക്ഷൻ മോഡുലസ് കൂടെ പറയും. എന്താണ്? ടോർഷണൽ സെക്ഷൻ
മോഡുലസ് എന്നും കൂടെ ഇതിനെ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, പോളാർ മോഡുലസ് അല്ലെങ്കിൽ ടോർഷണൽ സെക്ഷൻ മോഡുലസ്. അപ്പൊ നമ്മൾ സെക്ഷൻ മോഡുലസിനെ ഏത് ടേം വെച്ചിട്ടായിരുന്നു ഡിനോട്ട് ചെയ്യുന്നത്? സെഡ് വെച്ചിട്ടല്ലേ. അപ്പൊ ഇതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സെഡ് പി വെച്ചിട്ടാണ്. ഓക്കെ, സെഡ് പി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പോളാർ മോഡുലസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ എന്താണ്? റേഷ്യോ ഓഫ് പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഡിവൈഡഡ് ബൈ എന്താണ്? റേഷ്യോ ഓഫ് പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ ടു ദ റേഡിയസ് ഓഫ് ഷാഫ്റ്റ് അല്ലേ. അപ്പം ജെ ബൈ ആർ. അപ്പൊ ഇതാണ് അതിന്റെ മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പോളാർ മോഡുലസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പോളാർ മോഡുലസിന്റെ വാല്യൂസ് ഒന്ന് നോക്കാം. പോളാർ മോഡുലസിന്റെ വാല്യൂസ് നോക്കാം. ഫോർ സോളിഡ് ഷാഫ്റ്റ് ആണെങ്കിൽ, നമ്മൾ സെക്ഷൻ മോഡുലസിന്റെ കേസിൽ കുറെ റെക്ടാങ്കുലർ, അതുപോലെ തന്നെ ഹോളോ റെക്ടാങ്കുലർ, സർക്കുലർ, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെക്ഷൻസിന്റെ സെക്ഷൻ മോഡുലസ് നോക്കിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് രണ്ട് ടൈപ്പേ വരുന്നുള്ളൂ, ഫോർ സോളിഡ് ഷാഫ്റ്റും അതുപോലെ തന്നെ ഫോർ ഹോളോ ഷാഫ്റ്റ്. അപ്പം സോളിഡ് ഷാഫ്റ്റ് ആണെങ്കിൽ നമുക്ക് മൊമെന്റ് ഓഫ് ഇനേർഷ്യ J is equal to pi by 32 d raised to 4 ആണ്. ഓക്കെ, അപ്പൊ സെഡ് പി എൽ നമ്മളെ പോളാർ മോഡുലസിന്റെ വാല്യൂ എന്താ വരിക? pi by 32 d raised to 4. അപ്പം ആറിന് നമുക്ക് d by 2 എന്ന് എഴുതിക്കൂടെ? അപ്പം d by 2 എന്ന് എഴുതാം. എന്ത് വരും? pi by 16 d ക്യൂബ് ആണ് എന്ത് നമ്മുടെ സോളിഡ് ഷാഫ്റ്റിന്റെ പോളാർ മോഡുലസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഹോളോ ഷാഫ്റ്റ് ആണെങ്കിലോ, ഫോർ ഹോളോ ഷാഫ്റ്റ് ആണെങ്കിൽ നമ്മുടെ പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ J is equal to എന്ത് എഴുതാൻ പറ്റും? pi by 32 into d outer raised to 4 minus d inner raised to 4 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, then നമ്മുടെ പോളാർ മോഡുലസ് സെഡ് P is equal to pi by 32 d outer raised to 4 minus d inner raised to 4 divided by നമ്മുടെ d outer by 2. അപ്പം ഇതിനെ നമ്മൾ ഒന്ന് സോൾവ് ചെയ്ത് എഴുതുകയാണെങ്കിൽ സെഡ് P is equal to pi by 16 d outer into d outer raised to 4 minus d inner raised to 4. ഓക്കെ, ഇതാണ് നമ്മുടെ പോളാർ മോഡുലസ് ഫോർ എ ഹോളോ ഷാഫ്റ്റിന്റെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഓർത്തിരിക്കുക. ഇനി അടുത്തൊരു ടേം എന്ന് പറഞ്ഞാൽ പവർ ട്രാൻസ്മിറ്റഡ് ബൈ ഷാഫ്റ്റ് ആണ്. അപ്പോൾ പവർ ട്രാൻസ്മിറ്റഡ് ബൈ ഷാഫ്റ്റിന് പവർ ഈസ് ഈക്വൽ ടു 2 n t ഡിവൈഡഡ് ബൈ 60 ആണ് അതിന്റെ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ഇതാണ് അതിന്റെ ഇക്വേഷൻ. ഇൻ വാട്ട്സിലാണ് നമുക്ക് വാല്യൂസ് കിട്ടുക. അപ്പം ഇതിൽ n എന്ന് പറയുന്നത് എന്താണ്? 2 നമുക്കറിയാം, പൈയും നമുക്കറിയാം. n എന്ന് പറഞ്ഞാൽ എന്താണ്? n എന്ന് പറഞ്ഞാൽ RPM ഓഫ് ദ ഷാഫ്റ്റ് ആണ്. അപ്പോൾ റൊട്ടേഷന്റെ ഒരു ടേം ആണ് RPM എന്ന് പറഞ്ഞാൽ, റൊട്ടേഷൻ പെർ മിനിറ്റ്. ഓക്കെ, അപ്പോൾ RPM ഓഫ് ദി ഷാഫ്റ്റിനെയാണ് നമ്മൾ n എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ T എന്ന് പറഞ്ഞാൽ എന്താണ്? T എന്ന് പറഞ്ഞാൽ എന്താണ്? മീൻ ടോർക്ക് ആണ്. ഓക്കെ, ദെൻ നമ്മൾ പണ്ടൊരു കാര്യം നമ്മൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ പഠിക്കേണ്ടതാണ്. ഓക്കെ, 2πn ഡിവൈഡഡ് ബൈ 60 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആംഗുലാർ സ്പീഡാണ്. 2πn ഡിവൈഡഡ് ബൈ 60 എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗുലാർ സ്പീഡാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു പവറിന് എന്തിന്റെ ടേംസിൽ എഴുതാൻ പറ്റും? ആംഗുലാർ സ്പീഡിന്റെ ടേംസിൽ എഴുതാൻ പറ്റില്ലേ? അപ്പം പവർ ഈസ് ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും? ഒമേഗ ഇൻറ്റു ടി എന്ന് എഴുതിക്കൂടെ? അപ്പോൾ ഇതാണ് നമ്മുടെ പവർ ട്രാൻസ്മിറ്റഡ് ബൈ എ ഷാഫ്റ്റിന്റെ ഇക്വേഷൻ. അതായത് നമുക്ക് ഇപ്പൊ ആംഗുലാർ സ്പീഡും ടോർക്കും തരുവാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഒമേഗ ഇൻറ്റു ടി എന്ന് എഴുതിയാൽ മതി. അപ്പം നമുക്ക് അത് മറിച്ച് നമുക്ക് എന്താണ്? RPM അതുപോലെ തന്നെ ടോർക്കും ആണ് തന്നതെങ്കിൽ നമുക്ക് ഈ ഒരു 2πn × t ഡിവൈഡഡ് ബൈ 60 നമുക്ക് വാട്ട്സിലാണ് അതിന്റെ യൂണിറ്റ് വരിക. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ പവർ ട്രാൻസ്മിറ്റഡ് ബൈ എ ഷാഫ്റ്റിന്റെ ഇക്വേഷൻ വരുന്നത്.